Hi dear students, once again welcome back to economics. ഇക്കണോമിക്സിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1991 ന്യൂ എക്കണോമിക് പോളിസിയിൽ ഫോം ചെയ്തിട്ടുള്ള ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്നിവ പരിചയപ്പെട്ടു കഴിഞ്ഞു. ദെൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ആഗോളവൽക്കരണത്തിൻ്റെ അനന്തരഫലമായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഔട്ട്സോഴ്സിംഗ് എന്താണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഓക്കെ, ഔട്ട്സോഴ്സിംഗ്, പുറം കരാർ നൽകൽ, പുറം വാങ്ങൽ എന്ന പേരുകളിലൊക്കെ ഈ ഒരു ഔട്ട്സോഴ്സിംഗ് അറിയപ്പെടാറുണ്ട്. ഔട്ട്സോഴ്സിംഗ് മീൻസ് സോഴ്സിംഗ് ഫ്രം ഔട്ട്സൈഡ്. ഓക്കെ, പുറം വാങ്ങൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ നിന്ന് സ്വീകരിക്കുക എന്നാണ് അർത്ഥം. ദിസ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഔട്ട്കം ഓഫ് ദ ഗ്ലോബലൈസേഷൻ പ്രോസസ്സ്. ആഗോളവൽക്കരണ പ്രക്രിയയുടെ ഒരു പ്രധാന അനന്തരഫലമായിരുന്നു ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഡെവലപ്ഡ് കൺട്രീസ് ആർ ഔട്ട്സോഴ്സിംഗ് മെനി സർവീസസ് ഫ്രം ഡെവലപ്പിംഗ് കൺട്രീസ്. ഓക്കെ, ഈ വികസിത രാഷ്ട്രങ്ങൾ വികസ്വര രാഷ്ട്രങ്ങളിൽ നിന്ന് കുറേയധികം സർവീസസ് ഔട്ട്സോഴ്സിംഗ് നടത്താറുണ്ട്. നമുക്കറിയാം, വികസിത രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് USA പോലുള്ള വികസിതമായിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസാണ്. USA, ജപ്പാൻ പോലുള്ള ഡെവലപ്ഡ് കൺട്രീസ്. ദെൻ ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസ്, വികസ്വര രാഷ്ട്രങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്ന് ഔട്ട്സോഴ്സിംഗ് നടത്താറുണ്ട്. അതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം വളരെ ചീപ്പർ റേറ്റിൽ ഈ ഒരു റിസോഴ്സസ് ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്ന് കണ്ടെത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, IT എനാബിൾഡ് സർവീസസ് ലൈക്ക് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, അക്കൗണ്ടിങ്, ലീഗൽ സർവീസസ്, എഡിറ്റിംഗ്, ആനിമേഷൻ എക്സെട്ര ആർ ദ മേജർ ഔട്ട്സോഴ്സിംഗ് ബിസിനസ്സസ്. ഓക്കെ, ഈ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, അക്കൗണ്ടിങ്, ലീഗൽ സർവീസസ്, എഡിറ്റിംഗ്, ആനിമേറ്റിംഗ് എന്നിങ്ങനെയുള്ള ഇൻഫർമേഷൻ ടെക്നോളജി ആസ്പദമാക്കിയുള്ള പല സേവനങ്ങളും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ വളരെ കുറഞ്ഞ ചെലവിൽ സംഘടിപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ ഈ കുറഞ്ഞ വേതനത്തിന് ഇത് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. അത് കാരണം വികസിത രാജ്യങ്ങളിലെ ബഹുരാഷ്ട്ര കോർപ്പറേഷനുകൾ അവരുടെ പുറം വാങ്ങലിനെ ആശ്രയിക്കുന്നത് ഈ ഇന്ത്യയെ പോലുള്ള പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്നാണ്. ഓക്കെ, ഇന്ത്യക്കാർക്ക് അനായാസമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്നതിനാൽ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് സർവീസുകൾക്ക് ഇന്ത്യ മുൻപന്തിയിൽ നിൽക്കുന്നു. ഉദാരവൽക്കരണം നടപ്പാക്കിയ ശേഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ഗണ്യമായ സംഭാവന നൽകിയത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മേഖലയിലും ഇൻഫർമേഷൻ ടെക്നോളജി ആസ്പദമാക്കിയുള്ള സേവനങ്ങളുടെ മേഖലയിലും ഉണ്ടായ വലിയ വളർച്ചയാണ്. അടുത്ത കാലത്ത് ഈ മേഖല ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്ന ഇതാണ് ഈ വികസിത രാജ്യങ്ങൾ വികസ്വര രാജ്യങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് റിസോഴ്സസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന. ഓക്കെ, ലോക വ്യാപാര സംഘടന എന്താണ് എന്നുള്ളത് നോക്കാം. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, GATT, that is General Agreement on Tariff and Trade, was established in 1948 with 23 countries as a multilateral forum. വ്യാപാരവും താരിഫും സംബന്ധിച്ച പൊതു കരാർ എന്നാണ് ഗാട്ട് വിശേഷിക്കപ്പെടുന്നത്. 23 രാജ്യങ്ങളുമായിട്ട് ഒരു ബഹുമുഖ വേദിയായിട്ട് സ്ഥാപിതമായത് 1948 അന്താരാഷ്ട്ര വ്യാപാര രംഗത്തുള്ള തടസ്സങ്ങൾ കഴിയുന്നത്ര ദൂരീകരിച്ച് വ്യാപാരം വളർത്തുക എന്നതായിരുന്നു ഗാട്ടിൻ്റെ മുഖ്യ ലക്ഷ്യം. ദ മെയിൻ ഒബ്ജക്റ്റീവ് വാസ് ടു പ്രൊമോട്ട് ട്രേഡ് ബൈ റിമൂവിംഗ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ലൈക്ക് ക്വാട്ടാസ് ആൻഡ് താരിഫ്സ്. ഈ ഗാട്ടിൽ നിന്ന് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലേക്ക് എങ്ങനെയാണ് ഇത് മൂവ് ചെയ്തതെന്നുള്ളത് നോക്കാം. ഇൻ 1995 GATT വാസ് റീപ്ലേസ്ഡ് ബൈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇറ്റ് എയിംസ് അറ്റ്, പിന്നീട് അത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനായിട്ട് മാറുകയായിരുന്നു. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ കൺട്രീസ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്, അന്താരാഷ്ട്ര വിപണിയിലെ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക എന്നുള്ളതാണ്. ദെൻ അതേപോലെ തന്നെ എൻകറേജിങ് മൾട്ടിലാറ്ററൽ ട്രേഡ് റാദർ ദാൻ ബൈലാറ്ററൽ ട്രേഡ്. രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള ദ്വിമുഖ വ്യാപാരത്തേക്കാൾ എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള ബഹുമുഖ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക. ദെൻ അതേപോലെ തന്നെ എ റൂൾ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം റിമൂവിങ് ആർബിട്രറി ട്രേഡിംഗ് റെസ്ട്രിക്ഷൻസ്. സ്വേച്ഛാപരമായ വ്യാപാര നിയന്ത്രണങ്ങൾ നീക്കിയിട്ട് നിയമാധിഷ്ഠിതമായൊരു വ്യാപാര സംവിധാനം ഉണ്ടാക്കിയെടുക്കുക. അതായത് ഓരോ രാഷ്ട്രങ്ങൾക്കും സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളിൽ ട്രേഡ് നടത്തുന്നതിന് അവിടെ
സാധിക്കുമായിരുന്നില്ല. എല്ലാ രാഷ്ട്രങ്ങളുടെയും ആഗോളതലത്തിൽ ഒരു റൂള് ഫോം ചെയ്യുക എന്നുള്ളത് ഈ ഒരു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യമായിരുന്നു. ദെൻ എക്സ്റ്റൻഷൻ ഓഫ് ട്രേഡ് ബൈ ഇൻക്ലൂഡിങ് ട്രേഡ് ഇൻ സർവീസസ് ലൈക്ക് ബാങ്കിങ്, ഇൻഷുറൻസ് എക്സെട്ര. ബാങ്കിങ്, ഇൻഷുറൻസ് പോലുള്ള സേവനങ്ങളെയും അതുപോലെ തന്നെ വ്യാപാരങ്ങളെയും വ്യാപാരത്തിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. ദെൻ റിമൂവൽ ഓഫ് താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ് ഇൻ ട്രേഡ്. വ്യാപാര രംഗത്ത് താരിഫിന് പുറമെയുള്ള പ്രതിബന്ധങ്ങൾ നീക്കം ചെയ്യപ്പെട്ടു. കോട്ട പോലുള്ളത് അല്ലേ. താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുകയും ഇമ്പോർട്ട് ചെയ്യും, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് കമോഡിറ്റീസ് മൂവ് ചെയ്യുമ്പോൾ നൽകേണ്ടി വരുന്ന ടാക്സാണ് താരിഫ് എന്ന് പറയുന്നത്. ദെൻ ഇൻക്ലൂഡിങ് ട്രിപ്സ് ആൻഡ് ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആൻഡ് ട്രിംസ്, ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ് ഇൻ സ്കോപ്പ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. അന്താരാഷ്ട്ര വിപണിയിൽ ട്രിംസും അവതരിപ്പിക്കുകയുണ്ടായി. ട്രിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഒരു രാഷ്ട്രത്തിന് തൻ്റെ ഉൽപ്പന്നത്തിൽ കൂടുതൽ പ്രാതിനിധ്യം നൽകുന്ന രീതിയിലുള്ള റൂളുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഫോം ചെയ്തു. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ എയിംസ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ദെൻ നമുക്ക് ഇനി ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് ഫോം ചെയ്തിട്ടുള്ള റിഫോംസ് അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമി ഈ റിഫോം പീരിയഡിൽ എന്തൊക്കെ മാറ്റമാണ് ഉണ്ടായത് എന്നുള്ളത് പരിചയപ്പെടാം. ഇന്ത്യൻ എക്കണോമി ഡ്യൂറിങ് റിഫോംസ് ആൻഡ് അസസ്മെൻറ്റ്. ആദ്യമായിട്ട് GDP യിലുണ്ടായിട്ടുള്ള മാറ്റം, ദാറ്റ് ഈസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമാണ്. ഈ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ്. എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് ഈ GDP നോക്കിക്കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് GDP. GDPയുടെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ചാ നിരക്കായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് എക്കണോമിക് ഇൻഡിക്കേറ്റർ. ഗ്രോത്ത് റേറ്റ് ഹാസ് ഇംപ്രൂവ്ഡ് സബ്സ്റ്റാൻഷ്യലി ആഫ്റ്റർ റിഫോംസ്. നയപരിഷ്കാരങ്ങൾ നടപ്പാക്കിയതിൻ്റെ ഫലമായി വളർച്ചാ നിരക്ക് ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് സംശയമില്ലാത്ത വസ്തുതയായിട്ട് കണക്കാക്കപ്പെടുന്നു. നമുക്കിത് ഈ ടേബിളിൻ്റെ സഹായത്തോടു കൂടിയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, 1980-1990 പീരിയഡിൽ 5.79 ആയിരുന്ന GDP ഗ്രോത്ത് റേറ്റ് 1990-2000 ആയപ്പോൾ 5.8 ആയിട്ട് വർദ്ധിച്ചു. ദെൻ 2000-2010 ആയപ്പോൾ 7.26 ആയത്. ദെൻ 2015-2016 ആയപ്പോൾ 7.6 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിഫോം പീരിയഡിൽ വലിയ ഒരു മാറ്റം, GDPയിൽ വലിയൊരു വർധനവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ദെൻ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടായിട്ടുള്ള മാറ്റം. ഓക്കെ, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വിദേശ മൂലധന നിക്ഷേപമാണ്. ഓക്കെ, സാമ്പത്തിക നയപരിഷ്കരണ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ വിദേശ മൂലധന നിക്ഷേപത്തിൽ വമ്പിച്ച വർധനവാണ് ഉണ്ടായത്. നേരിട്ടുള്ള വിദേശ മൂലധന നിക്ഷേപവും അതേപോലെ തന്നെ പോർട്ട്ഫോളിയോ മൂലധന നിക്ഷേപവും ഈ കാലത്ത് കുതിച്ചു കയറുകയുണ്ടായി. ഓക്കെ, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ ഹാസ് ഷോൺ എ ബിഗ് ഇൻക്രീസ് ഇൻ ദി റിഫോം പീരിയഡ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 1990 അതേപോലെ തന്നെ 1991 കാലഘട്ടത്തിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 97 മില്യൺ ആയിരുന്നു. പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? ദാറ്റ് ഈസ് 6 ആയിരുന്നു അല്ലേ. ദെൻ ടോട്ടൽ 103. ദെൻ 1995-96 ആയപ്പോൾ അതിൽ വർധനവുണ്ടായി, 2144 ആയി FDI. ദെൻ FII എന്ന് പറയുന്നത് 2748 ആയിട്ട് വർദ്ധിച്ചു. ദെൻ 2000 ആൻഡ് 2001 4029 ആയിട്ട് ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വർധനവുണ്ടായി. ദെൻ FIIയിൽ 2760. 2005-2006 ആവുന്ന സമയത്ത് 7751 ആയിരുന്നു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ FII എന്ന് പറയുന്നത് 12,492. അപ്പോൾ വലിയൊരു മാറ്റം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലും അതേപോലെ തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ എന്താണ് വലിയ ഒരു വർധനവ് ഉണ്ടാവുന്നതായിട്ട് കാണാം. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഓൾസോ കാൾഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ വലിയ ഒരു വർധനവ് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു റിഫോം പീരിയഡിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇന്ത്യൻ എക്കണോമിയിൽ വലിയൊരു മാറ്റം ഉണ്ടായി. ദെൻ നെക്സ്റ്റ് ഈസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. വിദേശ നാണയ കരുതൽ ശേഖരമാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് എന്ന് പറയുന്നത്. അതായത് വിദേശ കറൻസികൾ എത്ര നമ്മളുടെ ഇക്കണോമിയിൽ റിസർവായിട്ട് സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
Foreign exchange reserves shone up from $6 billion in 1991 to $363 billion in June 2016. Shortage of foreign exchange was the main reason for this crisis of 1991. Now India has one of the largest foreign exchange reserves in the world. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൽ അല്ലെങ്കിൽ വിദേശ കറൻസി അത് സൂക്ഷിച്ച് വയ്ക്കുന്നതിൽ അല്ലെങ്കിൽ അതിൻ്റെ റിസർവിലുണ്ടായിട്ടുള്ള വർധനവ് നമുക്ക് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൽ ഈ ഒരു കാലഘട്ടത്തിൽ റിഫോം പീരീഡിൽ വലിയ ഒരു തന്നെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ദെൻ ഗ്രോത്ത് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ഗ്രോത്ത് ആൻഡ് എംപ്ലോയ്മെൻറ്റിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഇന്ത്യ ഡിഡ് നോട്ട് സക്സീഡ് ഇൻ ക്രിയേറ്റിംഗ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ കീപ്പിംഗ് വിത്ത് എക്കണോമിക് റിഫോംസ്. ഈ എക്കണോമിക് റിഫോംസിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആവശ്യത്തിനുള്ള അത്രയും തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഓക്കെ, ഇൻ അതർ വേർഡ്സ് ഗ്രോത്ത് ഹാസ് ഫെയിൽഡ് ഇൻ ക്രിയേറ്റിംഗ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ലേബർ ഫോഴ്സ്. ഓക്കെ, അതായത് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു ഗ്രോത്ത് സഹായിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. ദെൻ അവർ ഗ്രോത്ത് ഈസ് ഓഫൺ കാൾഡ് ജോബ്ലെസ് ഗ്രോത്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്, വളർച്ച എന്ന് പറയുന്നത് എന്താണ്, ജോബ്ലെസ് ഗ്രോത്ത് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ദെൻ റിഫോംസ് ആൻഡ് അഗ്രികൾച്ചർ. ഓക്കെ, ഈ സാമ്പത്തിക നയ പരിഷ്കാരങ്ങളും കൃഷിയും എന്ത് മാറ്റമാണ് ഈ ഒരു കാർഷിക മേഖലയിൽ വന്നിട്ടുള്ളതെന്ന് നോക്കാം. എക്കണോമിക് റിഫോംസ് ആൻഡ് ഹൈ ഗ്രോത്ത് റേറ്റ് ഓഫ് GDP ഹാവ് നോട്ട് ബെനിഫിറ്റഡ് അഗ്രികൾച്ചർ. ഈ പറയുന്നത് പോലെ തന്നെ സാമ്പത്തിക പരിഷ്കാരങ്ങളും അതേപോലെ തന്നെ ഹൈ ഗ്രോത്ത് റേറ്റും നമ്മളുടെ അഗ്രികൾച്ചർ സെക്ടറിനെ ആവശ്യമായിട്ടുള്ള രീതിയിൽ ബെനിഫിറ്റായിട്ട് മാറിയിട്ടില്ല, നേട്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അഗ്രികൾച്ചർ സഫേർഡ് ഡ്യൂറിങ് ദ റിഫോം പീരിയഡ് വിത്ത് ഓൺലി അറൗണ്ട് 3% ഗ്രോത്ത്. ഓക്കെ, റിഫോം പീരിയഡിൽ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് 3% വളർച്ചാ നിരക്ക് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അഗ്രികൾച്ചർ മേഖല നേരിട്ട പ്രധാനമായിട്ടുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ദ പ്രോബ്ലംസ് ഇൻ അഗ്രികൾച്ചർ ആർ മെയിൻലി ഡ്യൂ ടു ഡിക്ലൈൻ ഇൻ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അഗ്രികൾച്ചർ, പർട്ടിക്കുലർലി ഇൻ ഇറിഗേഷൻ, പവർ, റൂറൽ റോഡ്സ്, റിസർച്ച് എക്സെട്ര. കാർഷിക മേഖലയിലെ പൊതു മൂലധന നിക്ഷേപം കുറഞ്ഞതാണ് ഒരു കാരണം. പ്രത്യേകിച്ച് ജലസേചനം, വൈദ്യുതി, ഗ്രാമീണ റോഡുകൾ എന്നിവയ്ക്കുള്ള നിക്ഷേപങ്ങളിലൊക്കെ കുറവ് സംഭവിച്ചു. ദെൻ റിഡക്ഷൻ ഇൻ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഓൺ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ലീഡിങ് ടു ഇമ്പോർട്ട്സ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ചുങ്കം കുറച്ചതിനാൽ ഇറക്കുമതി വർദ്ധിച്ചു. ഇത് കർഷകർക്ക് ഹാനികരമായിട്ട് ബാധിച്ചു. ദെൻ ഇൻക്രീസ് ഇൻ പ്രൈസസ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻപുട്സ് ഹാസ് ലെഡ് ടു ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ബട്ട് ദ പ്രൈസസ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഡിഡ് നോട്ട് ഇൻക്രീസ് അറ്റ് ദ സെയിം റേറ്റ്. കാർഷിക നിവേശങ്ങൾ, അതായത് ഇതിനുപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, അവയുടെ വില വർദ്ധിച്ചു. ദെൻ കാർഷിക ഉൽപ്പാദനത്തിൻ്റെ ചിലവ് ഏറുകയും ചെയ്തു. എന്നാൽ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള വില ലഭിച്ചതുമില്ല. ഓക്കെ, ദെൻ പ്രൊഡക്ഷൻ ഷിഫ്റ്റ് ഫ്രം ഡൊമസ്റ്റിക് മാർക്കറ്റ് ടു എക്സ്പോർട്ട് മാർക്കറ്റ് എൻകറേജ് ദ ഫാർമേഴ്സ് ടു ഷിഫ്റ്റ് ടു ക്യാഷ് ക്രോപ്സ് ഫ്രം ഫുഡ് ക്രോപ്സ്. ഭക്ഷ്യവിള കൃഷി ഉപേക്ഷിച്ച് നാണ്യവിളകൾ കൃഷി ചെയ്യാനും ആഭ്യന്തര വിപണിക്കുന്നതിനേക്കാൾ വിദേശ വിപണിക്കായി ഉൽപ്പാദനം നടത്താനും കൃഷിക്കാർ മുതിർന്നു. അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റ് കൂടുതലായിട്ടും എക്സ്പോർട്ട് മാർക്കറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് ക്യാഷ് ക്രോപ്പുകളിലേക്ക് ആളുകൾ നാണ്യവിളകളിലേക്ക് മാറാനായിട്ട് തുടങ്ങി. ഇതൊക്കെ ഈ ഒരു അഗ്രികൾച്ചർ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു തളർച്ചയ്ക്ക് കാരണമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഓക്കെ, ദെൻ റിഫോംസ് ആൻഡ് ഇൻഡസ്ട്രി. വ്യാവസായിക മേഖലയും അതുപോലെ തന്നെ ഈ റിഫോംസും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഹാസ് ഓൾസോ റെക്കോർഡ് എ സ്ലോ ഡൗൺ. കാർഷിക മേഖലയ്ക്കുണ്ടായ തളർച്ച പോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിനും ഒരു തളർച്ചയാണ് ഈ ഒരു കാലഘട്ടത്തിലുണ്ടായത്. This is because of decreasing demand of industrial products due to cheaper imports, inadequate investment in infrastructure, etc. ഇതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിമാൻഡ്, ഡിക്രീസിങ് ഡിമാൻഡ്, അല്ലെ, ആവശ്യക്കാർ കുറഞ്ഞു വന്നത് ഇതിനൊരു പ്രധാനമായിട്ടുള്ള കാരണമായിട്ട് കണക്കാക്കപ്പെടുന്നു. ദെൻ ഇനാഡിക്വേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെ, നമ്മളുടെ അടിസ്ഥാന സൗകര്യങ്ങളിലുണ്ടായിട്ടുള്ള ആ ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ ഉണ്ടായിട്ടുള്ള കുറവ് ഇതിനൊരു കാരണമാണ്. Then the infrastructure facilities including power supply have remained inadequate due to lack of investment. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, പവർ സപ്ലൈയിലൊക്കെ കുറവ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതും ഈ ഒരു വ്യാവസായിക മേഖലയെ മോശമായിട്ട് ബാധിച്ചു. Then developing country like India still not have the access to developed countries markets because high non-tariff barriers.
ഓക്കെ, നോൺ താരിഫ് ബാരിയേഴ്സ് നിലനിൽക്കുന്നത് കൊണ്ട് ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ മാർക്കറ്റ് കണ്ടെത്താൻ കഴിയാതെ പോകുന്നൊരവസ്ഥ ഈ ഡെവലപ്പിംഗ് കൺട്രീസിനുണ്ടായി. ഓക്കെ, വികസിത രാജ്യങ്ങളിൽ മാർക്കറ്റ് കണ്ടെത്താൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടായി. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഒരു വ്യാവസായിക മേഖലയ്ക്കുണ്ടായ തളർച്ചയുടെ കാരണങ്ങൾ. ദെൻ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപം ഒഴിവാക്കൽ. Every year, the government fixes a target for disinvestment of public sector enterprises. അതായത് അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഒരു ടാർഗറ്റ് അവിടെ ഫിക്സ് ചെയ്തു, ഓരോ വർഷവും ഇത്ര പബ്ലിക് സെക്ടർ അല്ലേ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രൈവറ്റിന് കൈമാറും എന്നുള്ളത്. ദെൻ critics point out that the assets of public sector enterprises have been undervalued and sold the private sector. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കുറേയധികം മേഖലകൾ സ്വകാര്യവൽക്കരിക്കപ്പെട്ടു എന്ന് കുറേയധികം ക്രിട്ടിക്സ് അത് വാദിച്ചിട്ടുണ്ടായിരുന്നു. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു ഓഫ്സെറ്റ് ദ ഷോർട്ടേജ് ഓഫ് ഗവൺമെൻറ് റവന്യൂസ് രാദർ ദാൻ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ വരുമാനം കുറയ്ക്കുകയാണ് ഉണ്ടായത്, ഒരിക്കലും ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിക്കുന്നതിനത് സഹായിച്ചില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു റിഫോംസിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, മോശമായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റാണ് നമ്മളുടെ എക്കണോമിയിൽ ഉണ്ടായത്. ഓക്കെ, ദെൻ റിഫോംസ് ആൻഡ് ഫിസ്ക്കൽ പോളിസീസ്, സാമ്പത്തിക നയപരിഷ്കാരങ്ങളും അതുപോലെ തന്നെ ഫിസ്ക്കൽ നയങ്ങളും. ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് പോളിസീസാണെന്ന് നമുക്കറിയാം. ടാക്സും അതുപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചറുമാണ് അതിനകത്ത് വരുന്നത്. Then the tax reductions in the reform period aimed at yielding larger revenue and curb tax evasion, but it does not achieve the fruitful result. ഈ ഫിസ്ക്കൽ പോളിസിയിലും കുറേയധികം മാറ്റങ്ങൾ റിഫോം പീരീഡിലുണ്ടായി. ടാക്സ് കുറച്ചു എന്ന് പറയുന്നത്, ടാക്സ് കുറച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ കൂടുതൽ ടാക്സ് ഇവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ആളുകൾ നികുതി അടയ്ക്കാതെ മാറി നിൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ടാക്സിൽ കുറവ് വരുത്തിയത്. പക്ഷേ അത് ഗവൺമെൻറ്റിലെ റവന്യൂ കുറയ്ക്കുകയാണ് ചെയ്തത്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് കുറേയധികം ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമ്മളുടെ എക്കണോമിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ടാക്സ് റവന്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. ദെൻ റിഫോം പോളിസീസ് ഇൻവോൾവിംഗ് താരിഫ് റിഡക്ഷൻ ഹാവ് curtailed the scope for raising revenue through customs duties. Okay, reform policies involving tariff reduction have curtailed the scope of raising revenue through customs duties. ഇതിൽ ഈ ഒരു റിഫോം പോളിസീസ് താരിഫിലുണ്ടായിട്ടുള്ള കുറവ് വീണ്ടും കസ്റ്റംസ് ഡ്യൂട്ടീസ് വർദ്ധിക്കുന്നതിന് അല്ലെങ്കിൽ ആ ഒരു കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് കസ്റ്റംസ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വന്നു. അത് ഫോറിൻ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുകയും ചെയ്തു. So that is all about this Indian economy during reforms. Thank you.